1 കിലോ വലിയ കഷ്ണങ്ങളാക്കിയ ബീഫിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 തക്കാളി അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്ത് കോരിയ ആ നെയ്യിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഡയറക്റ്റ് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ 20 മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ച അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങ, അതുപോലെ തന്നെ 1 ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ അരി ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടാവും. ആ ബീഫിലേക്ക് കുറച്ച് സവാള വറുത്തതും മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് അത് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ചേർക്കണം കേട്ടോ. അരിയുടെ പകുതി മാറ്റിയിട്ട് ബീഫ് ഇട്ടിട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ